1 2 3 4 വീണ്ടും 1 2 3 4 വീണ്ടും 1 2 3 4 ഇനി സ്റ്റെപ്പ് ഒന്ന് മാറും 1 2 3 ഇത്രയും സ്റ്റെപ്സ് ലെഫ്റ്റിലേക്കും 1 2 3 4 വീണ്ടും 1 2 3 4 ഒരിക്കൽ കൂടെ 1 2 3 4 സ്റ്റെപ്പ് മാറി 1 2 3 4 മനസ്സിലായല്ലോ അല്ലേ? ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്ത സ്റ്റെപ്പ് 8. ഇതൊക്കെ നമ്മൾ 4ൻ്റെ സെറ്റുകളായിരുന്നു. അതായത് 1 2 3 4 അതവിടെ കഴിഞ്ഞു. അതേ സ്റ്റെപ്പാണല്ലോ റിപ്പീറ്റ് ചെയ്യണത്. വീണ്ടും 1 2 3 ഒരേ സ്റ്റെപ്പാണ് റിപ്പീറ്റ് ചെയ്യണത്. പക്ഷേ 8 സ്റ്റെപ്പിന് 8 സ്റ്റെപ്പോട് കൂടിയേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ 1 2 3 4 5 6 7 8 വീണ്ടും 1 2 3 4 5 6 7 ഈ 8 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ വെക്കരുത് ഒരിക്കലും. നോട്ടം കണ്ടോ? നോട്ടം വട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ആവരുത്. കൈ എവിടെയാണോ അവിടെ തന്നെ മതി തല. ഷോൾഡർ ഒരിക്കലും വെട്ടിച്ച് പിടിക്കരുത്. അപ്പോൾ 1 ഇനി അവിടെ പൊങ്ങി 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ 4 സ്റ്റെപ്പ് 1 2 3 ആ 3 അങ്ങ് ഇറങ്ങിയിട്ട് കാല് കൂടെ അങ്ങ് പോരും. 1 2 3 4 തിരിച്ചും 1 2 3 4 ആ കൈ നമ്മൾ നെക്സ്റ്റ് 1നെ കൈ മറിച്ചിടാവും. അതായത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത്രയും നേരം കൈ ഇങ്ങനെ തന്നെ പിടിക്കും. അടുത്ത 1 വരുമ്പോൾ മറിച്ചിട്ടു. അതാണ് ഇതൊക്കെ നമ്മൾ തുടക്കത്തിലേ പഠിക്കുന്ന സ്റ്റെപ്സാണ്. ഇനി മറ്റേ 16 സ്റ്റെപ്പ് അല്ലേ അടുപ്പിച്ച് പോണത്. 8ൻ്റെ നമ്മൾ 8ൻ്റെ ഇരട്ടികൾ അതേ സ്റ്റെപ്പിന് നമ്മൾ ഇരട്ടി കളിക്കാറുണ്ട്. അത് കളിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയും കളിക്കാൻ പറ്റും. വേറൊരു 16. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അത്രയും വരെ. പിന്നെ 1 2 3 4 1 2 3 4 1 2 വീണ്ടും കാലപ്രമാണം ഒന്ന് ഇറങ്ങും. അപ്പം നമ്മൾ ആദ്യം സ്ലോയിൽ തുടങ്ങി എന്നിട്ട് സ്പീഡാക്കി വീണ്ടും ലാസ്റ്റ് സ്ലോയിൽ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് പാട്ടിൻ്റെ കൂടെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.